എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ഏതോ ഒരു സ്ഥലത്ത് അങ്ങനെ കിടക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ ഹീറോയ്ക്ക് ബോധം വരും. അവൻ പതിയെ കണ്ണു തുറന്ന് ചുറ്റും നോക്കും. ഏതോ ഒരു വിജനമായ സ്ഥലത്ത് അവൻ അങ്ങനെ കിടക്കുകയാണ്. അവന്റെ ശരീരത്താണെങ്കിൽ ഒരുപാട് മുറിവുകൾ പറ്റിയിട്ടുണ്ട്. അതെല്ലാം തന്നെ മരുന്നും ബാൻഡേഡും ഒക്കെ ഉപയോഗിച്ച് ആരോ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് അവനെ അവിടെ കിടത്തിയിരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ പതിയെ എഴുന്നേക്കാൻ ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിൽ ബോഡിയിൽ നല്ല പെയിൻ ഉണ്ട്. ഞാനിപ്പോ എവിടെയാ? എന്നെ ആരാ രക്ഷിച്ചത്? ആരാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ ചോദിച്ച് അവനാണെങ്കിൽ ചുറ്റും നോക്കും. ഉടനെ നമ്മുടെ ബ്ലാക്ക് പൂച്ച അതവിടേക്ക് ചാടി വരികയാണ്. ഇച്ചിഗോ, നീ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനാണ് നിന്നെ അവിടുന്ന് സേഫായി ഇവിടേക്ക് കൊണ്ടുവന്നത്. മാത്രമല്ല നിന്റെ പരിക്കുകളിൽ മരുന്ന് വെച്ചതും ഹീൽ ചെയ്തതും അതുപോലെ തന്നെ ബാൻഡേഡ് ഇട്ടതും അങ്ങനെ എല്ലാം ചെയ്തതും ഞാൻ തന്നെയാണ്. എനിക്കിങ്ങനെയും ഒരുപാട് പവറുകളുണ്ട്. സത്യത്തിൽ നിങ്ങൾക്കതൊന്നും അറിയില്ല അല്ലേ? കുഴപ്പമില്ല, പോകെ പോകെ നിങ്ങളെല്ലാം മനസ്സിലാക്കും. പക്ഷെ ഹീറോയ്ക്കാണെങ്കിൽ അപ്പോഴും ഭയങ്കര ടെൻഷൻ. മുടിയൻ, ബ്രദർ, അവർ രണ്ടുപേരും അവിടെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണോ? അതിനാ പൂച്ചയാണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവർ രണ്ടുപേരും സേഫാണ്. അവർക്ക് കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അവര് രക്ഷയെ അന്വേഷിച്ച് പോയിട്ടുണ്ടാവും. ഇപ്പൊ റെസ്റ്റ് വേണ്ടത് നിനക്കാണ്. ഇപ്പൊ നീ കുറച്ച് റെസ്റ്റ് പ്രോപ്പറായിട്ട് എടുത്താൽ മാത്രമേ നിന്നെ കൊണ്ട് ഇവിടുന്ന് പോകാനായിട്ട് കഴിയൂ. അല്ലെങ്കിൽ നിന്റെ ബോഡി വീക്കായി നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് കേൾക്കുമ്പോൾ ഇപ്പൊ ഹീറോയ്ക്ക് വല്ലാത്തൊരു ആശ്വാസം. ഉടനെ ആ പൂച്ചയാണെങ്കിൽ ഹീറോയുടെ ഹോലോ മാസ്ക് ഇതാണെങ്കിൽ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കും. ഈ മാസ്ക് അത് നിന്റേതല്ലേ, നിന്റെ ബോഡിയിൽ നിന്നാണ് ഇതെനിക്ക് കിട്ടിയത്. ആക്ച്വലി നിന്റെ അടുത്തേക്ക് ഞാൻ വരുമ്പോൾ ഈ മാസ്ക് നിന്റെ ഫേസിലുണ്ടായിരുന്നു. ഈ മാസ്കും നിനക്കും തമ്മിൽ എന്തോ ഒരു വലിയ കണക്ഷൻ ഉണ്ട്. ഈ മാസ്കിലുണ്ടായിരുന്ന ഒരു ജെല്ലിയുടെ പവർ, അതുകൊണ്ടാണ് അത്രയും സമയം നിനക്ക് നിന്റെ ജീവൻ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത്. ഒരുപക്ഷെ ഈ മാസ്ക് അത് നിന്നോടൊപ്പം ഉണ്ടായിരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നീ മരണപ്പെട്ടേനെ. ഹീറോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര അത്ഭുതം. അവനാണെങ്കിൽ ആ ഒരു മാസ്കിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കും. പൂച്ചയാണെങ്കിൽ തീർത്ത് പറയും, ഈ ഒരു മാസ്ക് അത് നിന്റെ കൂടെ ഉള്ളത് അത്ര നല്ല കാര്യമല്ല. ഇതൊരു ഹോലോ മാസ്ക് ആണ്. ഇതിലൂടെ നിനക്ക് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അത് കേട്ട് ഹീറോ ആണെങ്കിൽ ഷോക്കായി ആ ഒരു മാസ്ക് ആ പൂച്ചയുടെ കയ്യിൽ നിന്ന് വാങ്ങി അവൻ അതിനെ സൂക്ഷിച്ചു നോക്കും. ആക്ച്വലി ഇതുപോലത്തെ ഒരു മാസ്ക് അത് റാൻസിയുമായിട്ട് ഫൈറ്റ് ചെയ്ത അതേ സമയം അവന്റെ ബോഡിയിൽ നിന്ന് തെറിച്ചു പോയതാണ്. ആ സമയം അത് ഹന അവളത് സേഫ് ആക്കി എടുത്തു വെച്ച് അതിനുശേഷം പിന്നീട് അത് അവന് തിരികെ കൊടുത്തു. സോ അതിനർത്ഥം എൻ്റെ ബോഡിയിൽ ഞാൻ അറിയാതെ തന്നെ ഇതുപോലുള്ള ഹോലോ മാസ്കുകൾ അതങ്ങനെ ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് ചിന്തിച്ച് അവൻ ആ ഒരു മാസ്കിലേക്ക് തന്നെ നോക്കും. ഉടനെ പൂച്ചയാണെങ്കിൽ ആ ഒരു മാസ്ക് അത് പിടിച്ചു മേടിക്കും. ഒരു കാരണവശാലും നീ ഇത് കയ്യിൽ വെക്കാനായിട്ട് പാടില്ല. പക്ഷേ ഇതായിരിക്കും നിന്റെ ജീവൻ ഇത്രയും നേരവും പിടിച്ചു നിർത്താൻ നിന്നെ സഹായിച്ചത്. പക്ഷേ ഇത് ശരിക്കും ഒരു ഈവിൾ പവറാണ്. ഫ്യൂച്ചറിൽ ഈ ഒരു ഈവിൾ പവർ അത് നിന്നെ ഒരു ഹോളോ ആക്കി മാറ്റിയേക്കാം. അതുകൊണ്ട് ഒരു കാരണവശാലും നീ ഈ മാസ്ക് നിന്റെ കയ്യിൽ കരുതാനായിട്ട് പാടില്ല എന്ന് തീർത്ത് പറയും. ഹീറോ ആണെങ്കിൽ അവൻ പറയുന്ന എല്ലാം കേട്ട് ഒരു സെക്കൻഡ് അങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കും. അതിനുശേഷം പൂച്ചയോട് ചോദിക്കും, അതിരിക്കട്ടെ, ഇത്രയും ചെറിയ സൈസുള്ള ഒരു പൂച്ചയായി നീ എങ്ങനെ എന്നെ ചുമന്ന് ഇവിടെ വരെ കൊണ്ടുവന്നു? അതിന് പൂച്ചയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ എൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ആയെന്ന്. ആ ഒരു രൂപത്തിൽ എനിക്ക് നിന്നെ എന്നല്ല ആരെ വേണമെങ്കിലും ഉയർത്തിയെടുക്കാനായിട്ട് കഴിയും. അത് കേട്ട് നമ്മുടെ ചെക്കനൊന്ന് ഞെട്ടും. അടുത്ത നിമിഷം നമ്മുടെ പൂച്ച ഒരു ഹ്യൂമൻ പൂച്ചയായിട്ട് മാറുകയാണ്. ഒരു ഹ്യൂമൻ ലേഡി പൂച്ച. ഹീറോ ആണെങ്കിൽ ഒരു സെക്കൻഡ് അത് കണ്ട് ഫ്രീസ് ആവും. മാത്രമല്ല അവന് നാണവും വരും. കാരണം പൂച്ച അവൾ ഡ്രസ് ഒന്നും ഇട്ടിട്ടില്ല. ഹീറോ ആണെങ്കിൽ ടെൻസ്ഡ് ആവും. ഓ നോ, കാറ്റ് ലേഡി, നീ എന്താ ഡ്രസ്സൊന്നും ഇടാത്തെ? വേഗം ഏതെങ്കിലും ഡ്രസ്സ് ഇട്. അത് കേൾക്കേണ്ട താമസം അവളാണെങ്കിൽ ഒരു ഡ്രസ്സ് ഇട്ട് അങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കും. നമ്മുടെ ചെക്കനാണെങ്കിൽ നാണക്കാരനാ. അവനാണെങ്കിൽ കണ്ണൊക്കെ അടച്ച് അങ്ങനെ നാണിച്ച് അലുകൊണ്ട് കളമൊക്കെ വരച്ച് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് വലിയൊരു പ്രഷർ അവർക്ക് അനുഭവപ്പെടാനായിട്ട് തുടങ്ങുക. എന്തോ ഒരു പവർ അതങ്ങനെ നല്ല വേഗത്തിൽ അവിടേക്ക് വീശി അടിക്കുകയാണ്. അവർക്ക് മനസ്സിലാവും അത് മറ്റാരുടെയോ അല്ല, സാക്ഷാൽ കുച്ചിക്കയുടെ പവറാണ്. നമ്മുടെ ആൾക്കാരുമായിട്ട് ആ കുച്ചിക്ക് അവൻ ഏറ്റുമുട്ടാനായി പോവുകയാണെന്ന് പൂച്ചയും നമ്മുടെ ഹീറോ ഇച്ചിഗോയും അവർ രണ്ടുപേരും ആ സമയം മനസ്സിലാക്കും. നമ്മുടെ ആൾക്കാർ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ഒരു ഫ്ലൈയിങ് ഡിവൈസ് എടുത്ത് അതുപയോഗിച്ച് പറന്ന് ആ ബ്രിഡ്ജിന്റെ അടുത്തേക്ക് വരികയാണ്. കട്ട് ചെയ്ത ആ കുച്ചിക്ക് ക്യാപ്റ്റൻ ആളാണെങ്കിൽ ബ്രദറുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റില് ബ്രദറിനാണെങ്കിൽ ഇപ്പൊ ഒരുപാട് പരിക്കുകൾ പറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. ചോര തുളുമ്പി നല്ല വേദനയിൽ അവൻ ഉച്ചത്തിൽ നിലവിളിക്കും. ഹീറോയ്ക്കാണെങ്കിൽ അവന്റെ നിലവിളി അത് കേൾക്കാനായിട്ട് കഴിയും. അടുത്ത നിമിഷം ആ ക്യാപ്റ്റൻ കുച്ചിക്ക് ആളാണെങ്കിൽ ആളുടെ സ്ക്വാഡ് അങ്ങനെ ചെറിയ ബ്ലേഡ് പോലെ കുറെ പീസുകളായിട്ട് അങ്ങനെ തെറിപ്പിക്കുകയാണ്. അത് കണ്ട റുഖിയ അവൾ ഓടി വന്ന് ഉച്ചത്തിൽ നിലവിളിക്കും. പക്ഷെ എന്താ
അപ്പോഴേക്കും ആ ബ്ലേഡ് പീസുകൾ അത് ബ്രദറിന്റെ ബോഡിയിലൂടെ അങ്ങനെ കയറി ഇറങ്ങി അവന്റെ ബോഡിയിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടാവും. റുക്കിയാണെങ്കിൽ അതുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ക്യാപ്റ്റൻ കുച്ചിക്കാണെങ്കിൽ ഇപ്പൊ റുക്കിയയ്ക്കും ഹനയുടെ നേർക്കും അങ്ങനെ പാഞ്ഞടുക്കുകയാണ്. റുക്കിയാണെങ്കിൽ ഹനയുടെ കൈ പിടിച്ച് വലിച്ച് അവിടുന്ന് ഉഷാറായിട്ട് ഓടും. കുച്ചിക്ക് അവന്റെ സ്ക്വാഡ് നീട്ടി അവരുടെ ക്ലോസ് എത്തേണ്ട താമസം വേറൊരു ക്യാപ്റ്റൻ വന്ന് കുച്ചിക്കയെ തടയുകയാണ്. നിർത്തിയടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. അവരെ കൊല്ലേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഓൾറെഡി അവൾക്കൊരു ശിക്ഷ വിധിച്ചതാണ്. അത് കറക്റ്റ് സമയത്ത് മാത്രമേ നടപ്പാക്കാനായിട്ട് പാടുള്ളൂ. നീ ഒരു കാരണവശാലും മറ്റുള്ളവരുടെ കൺസെന്റ് ഇല്ലാതെ അവളെ കൊല്ലാനായിട്ട് പാടില്ല. അവരങ്ങനെ കാര്യമായിട്ട് സംസാരിക്കുന്ന അതേ സമയം നമ്മുടെ ഹീറോ അവനാണെങ്കിൽ മാസായിട്ട് അവിടേക്ക് എൻട്രി കൊടുക്കുകയാണ്. ഹീറോയെ കണ്ട് ആ രണ്ട് ക്യാപ്റ്റൻസ് ഞെട്ടും. ഇവനെങ്ങനെ ജീവനോട് കൂടെ തിരികെ വന്നു, ഇവൻ ഇത്രയും പവർ ഉണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അവരെ മൈൻഡ് പോലും ചെയ്യാതെ സ്ട്രെയിറ്റ് ആയിട്ട് റുക്കിയുടെ അടുത്തേക്ക് വരും. അവൻ ടെൻഷനായി റുക്കിയോട് ദേഷ്യപ്പെട്ട് പറയും, ഞാൻ ഇവിടേക്ക് വന്നത് നിന്നെ രക്ഷപ്പെടുത്താനാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഫ്രണ്ട്സും എന്നോടൊപ്പം ഉണ്ട്. ആവശ്യമില്ലാതെ കരയാനോ വാശി പിടിക്കാനോ ഒന്നും നിൽക്കാതെ നീ മര്യാദയ്ക്ക് എന്നോടൊപ്പം വരണം. അത് കേട്ട് റുക്കയും അവിടെ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻസും അവരെല്ലാവരും ഞെട്ടുകയാണ്. അതിന് റുക്കയാണെങ്കിൽ ടെൻഷനായിട്ട് അവൻ്റെ അടുത്ത് പറയും, നീ എന്തായി പറയണേ? എന്നെ കൊണ്ട് ഒരിക്കലും നിങ്ങളോടൊപ്പം വരാൻ കഴിയില്ല. ഓൾറെഡി ആ ബ്രദർ പയ്യനെ അവനെ കുച്ചിക്കി മാസ്റ്റർ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ ജീവൻ മാത്രമായിരിക്കില്ല, അതിനോടൊപ്പം നിങ്ങളുടെ ജീവനും നിങ്ങൾക്ക് നഷ്ടാവും. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്. എത്രയും വേഗം നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവും. പക്ഷെ ഹീറോ ആണെങ്കിൽ അവൾ പറയുന്നത് കേൾക്കാനായിട്ട് തയ്യാറാവില്ല. അങ്ങനെ അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. ആ തർക്കത്തിനിടയിലേക്ക് കുച്ചിക്കി ക്യാപ്റ്റൻ ആളങ്ങനെ പറന്നു വന്ന് ഹീറോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഹീറോ ആണെങ്കിൽ കുച്ചിക്കി ക്യാപ്റ്റന്റെ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു മാറി ആളെ തിരികെ അച്ചരം പൊച്ചറ അറ്റാക്ക് ചെയ്യും. കുച്ചിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. ഇവനെങ്ങനെ ഇത്രയും വേഗം ഇത്രയും സ്ട്രോങ് ആയി? ഇതുവരെ ആരും തന്നെ എന്റെ അറ്റാക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. മാത്രമല്ല എന്നെ തിരിച്ചൊന്ന് അറ്റാക്ക് ചെയ്യാൻ ആരും ഇന്ന് വരെ ധൈര്യപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള സമയത്ത് ഇവനെ കൊണ്ട് ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ച് ആളാണെങ്കിൽ വീണ്ടും ഹീറോയ്ക്ക് നേരെ ചാടി അടുത്ത് നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ റുക്കിയയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൾ നിസ്സഹായായിട്ട് അത് നോക്കി നിൽക്കും. അവൾക്കാണെങ്കിൽ ഇപ്പൊ ഒന്നും തന്നെ ചെയ്യാനില്ല. അതുമാത്രമല്ല ഹീറോയുടെ പവർ അതങ്ങനെ ഇൻക്രീസ് ആയത് കണ്ട് അവൾ വണ്ടറടിച്ച് നിൽക്കും. ഇവിടെ ആ കുച്ചിക്ക് അവൻ വീണ്ടും അവന്റെ സ്ക്വാഡിലേക്ക് പവർ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും. അത് കണ്ട് നമ്മുടെ കാറ്റ് ലേഡി അവൾ അവിടേക്ക് ചാടി വന്ന് അവളുടെ പവർ ഉപയോഗിച്ച് ആ സ്ക്വാഡിനെ അങ്ങനെ ഫ്രീസ് ചെയ്ത് നിർത്തും. നമ്മുടെ കാറ്റ് ലേഡി ആണെങ്കിൽ അവനെ ടെററായിട്ട് നോക്കി അങ്ങനെ നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.